നമസ്കാരം. പാകിസ്ഥാൻ്റെ മണ്ണിൽ ഭീകരവാദികളുടെ പ്രവർത്തകർക്ക് ആയുധങ്ങളും പണവും ആയുധ പരിശീലനങ്ങൾ നൽകിയും അതുപോലെ അവരുടെ നേതാക്കളെ വളർത്തി വലുതാക്കിയും ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇതുവരെ. അതേ പാകിസ്ഥാൻ്റെ മണ്ണിപ്പോൾ പാകിസ്ഥാൻ്റെ മണ്ണിലും അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൻറ്റി പാക് ഭീകരവാദ പ്രവർത്തകരുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. 2023 ഈ പാക് അഫ്ഗാൻ ഭീകരവാദികൾ പാകിസ്ഥാൻ്റെ മണ്ണിൽ നടത്തിയ 700ഓളം ആക്രമണ പരമ്പരകളിൽ ഏകദേശം 100 കണക്കിന് സാധാരണ ജനങ്ങളുടെയും പോലീസുകാരുടെയും പട്ടാളക്കാരുടെയും ജീവൻ എടുത്തു എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ആക്രമണ പരമ്പരകളിൽ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നത്. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും അതുപോലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണ പരമ്പരകളിൽ കൂടുതലും പാക് ചൈന എക്കണോമിക് കോറിഡോർ പ്രൊജക്റ്റിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചൈനക്കാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭീകരവാദികളുടെ നിരന്തരമായ സായുധ ആക്രമണം ഭയന്ന് പാകിസ്ഥാനിൽ പാക് ചൈന എക്കണോമിക് കോറിഡോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ചൈനക്കാരാണ് അവരുടെ ജീവനും കൊണ്ട് ചൈനയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റാണ് ആൻറ്റി പാക് വിഘടനവാദികളെ ആയുധങ്ങളും ആയുധ പരിശീലനങ്ങളും പണവും കൊടുത്ത് പാകിസ്ഥാനിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ കാരണം കൊണ്ടുതന്നെ കുറേ കാലമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നയതന്ത്ര ബന്ധം ഓരോ ദിവസം കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം $65 മില്യൺ പാക് അഫ്ഗാൻ എക്കണോമിക് കോറിഡോർ പ്രൊജക്റ്റിന് വേണ്ടി പാകിസ്ഥാനിൽ ചിലവാക്കിയ ചൈന ഇപ്പോൾ അഫ്ഗാൻ പാക് ഭീകരവാദികളെ പേടിച്ച് ഈ മെഗാ പ്രൊജക്റ്റ് തന്നെ നിർത്തിവെക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ മണ്ണിൽ വർക്ക് ചെയ്യുന്ന ചൈനക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചൈന ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബേസ്ഡ് ഭീകരവാദികളെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യണമെന്ന്. ചൈനക്കാരുടെ ഈ ആവശ്യം അംഗീകരിച്ച് പാകിസ്ഥാൻ ഗവൺമെൻറ്റും അതുപോലെ അവരുടെ മിലിറ്ററിയും അഫ്ഗാൻ പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ തിരിഞ്ഞാൽ അത് ഒരു പാക് അഫ്ഗാൻ യുദ്ധത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ. ഭീകരവാദികളെ തന്ത്രപരമായ ഉപകരണമായി ഇന്ത്യക്കെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും ഉപയോഗിച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാൻ്റെ മണ്ണ് ഇപ്പോൾ അതേ ഭീകരവാദികളുടെ വിളനിലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.